اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب. ഇന്നലകളിൽ ഇതിഹാസം തീർത്ത് കാലത്തിന്റെ കൈവഴികളിൽ വിജ്ഞാന വിപ്ലവം ചേർത്തുവെച്ച് നാളെയുടെ നല്ല ഭാവിക്കായി സമൂഹത്തെ സമുദ്ധരിക്കുന്ന മർക്കസിന്റെ നേർചിത്രങ്ങളിലൂടെ. മർക്കസ് ജനിക്കുന്നു കോഴിക്കോട്. ചരിത്രങ്ങൾ പെയ്തിറങ്ങിയ അനുഗ്രഹീത നാട്. തിരുദൂതരുടെ കാലത്ത് കടൽ കടന്നുവന്ന ഇസ്ലാമിന്റെ കിരണങ്ങളെ ഏറ്റെടുത്ത് ഇസ്ലാമിക ചലനങ്ങൾക്ക് കോഴിക്കോട് നേതൃത്വം നൽകി. 1978 ഏപ്രിൽ 18 ചരിത്രത്തിൽ ഒളിമങ്ങാത്ത വിജ്ഞാന വിപ്ലവത്തിന് സാക്ഷിയാവുകയായിരുന്നു. അനുഗ്രഹ പണ്ഡിതൻ സയ്യിദ് അലവി അൽ മാലിക്കി മക്ക കേരള ചരിത്രത്തെ തിരുത്തിയെഴുതിയ സുന്നി സിരാ കേന്ദ്രം മർക്കസു സഖാഫത്തി സുന്നിയയ്ക്ക് തറക്കല്ലിട്ടു. അവിടുന്ന് തുടങ്ങി മർക്കസിന്റെയും കാന്തപുരത്തിന്റെയും ജൈത്രയാത്ര. 33 കൊല്ലം സഞ്ചരിച്ച മർക്കസിന്റെ ഓരത്തുകൂടി നമുക്ക് ചലിക്കാം. 20ാം നൂറ്റാണ്ടിന്റെ അന്ത്യപാദങ്ങളിൽ ആഗോളതലത്തിൽ തന്നെയുണ്ടായ മാറ്റങ്ങളുടെ ഗുണഫലങ്ങൾ കേരള മുസ്ലിം സമൂഹത്തിന് സമ്മാനിച്ചതിൽ മർക്കസിന്റെ പങ്ക് എടുത്തു പറയേണ്ടതാണ്. പാവപ്പെട്ടവരിലേക്കും പതിതരിലേക്കും അറിവും അതിന്റെ ഉണർവും എത്തിക്കുന്നതിനാണ് മർക്കസ് പ്രാധാന്യം നൽകിയത്. വിദ്യാഭ്യാസ രംഗത്തെ പുത്തൻ മാറ്റങ്ങൾ കടന്നെത്താതിരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ പാരമ്പര്യ മുസ്ലിം സമൂഹത്തിനും പിന്നോക്ക വിഭാഗങ്ങൾക്കും സ്ഥാപനം പുതുവെളിച്ചം നൽകി. സ്ത്രീകളുടെ വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ മുന്നേറ്റങ്ങൾക്ക് മർക്കസ് തുടക്കമിട്ടു. പ്രിയ സഹോദരങ്ങളെ, മർക്കസ് സഖാഫത്തി സുന്നിയ അതിന്റെ 33ാം വാർഷിക മഹാസമ്മേളനം അടുത്ത ജനുവരി 7, 8, 9 തീയതികളിൽ ഇൻഷാ അള്ളാഹ് വിപുലമായ തോതിൽ നടക്കുകയാണല്ലോ. ലോകപ്രസിദ്ധമായ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയുടെ അൽ ഇമാമുൽ അക്ബർ ഷെയ്ഖുൽ അസ്ഹർ അഹമ്മദ് ത്വയ്യിബ് ഉൾപ്പെടെ ഈജിപ്തിലെ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് അലി ജുമുഅ തുടങ്ങി ഡോക്ടർ ഉമർ കാമിൽ, ഉമർ ജീലാനി, അങ്ങനെ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്ന് വിവിധ നേതാക്കൾ സംബന്ധിച്ചുകൊണ്ട് ഇന്ത്യയിലെ കേന്ദ്രമന്ത്രിമാരും കേരള സ്റ്റേറ്റ് മന്ത്രിമാരും സംബന്ധിച്ച് വിവിധ പരിപാടികളോടെ നടത്തപ്പെടുകയാണ് നമ്മുടെ സമ്മേളനം. ഹോം കെയർ പദ്ധതി അനുസരിച്ച് വീട്ടിൽ വച്ച് വളർത്തി വരുന്ന 2 വയസ്സ് മുതൽ 10 വയസ്സിനിടക്കുള്ള അനാഥ കുട്ടികൾ ഉൾപ്പെടെ ഏതാണ്ട് 2500ഓളം യതീം കുട്ടികൾക്ക് സംരക്ഷണം നൽകുകയും കൂടാതെ ശരീഅത്ത് കോളേജ്, ഹിഫ്ദുൽ ഖുർആൻ തുടങ്ങിയ സ്ഥാപനങ്ങളിലെയും ഇവിടെ വന്ന് താമസിക്കുന്ന കാശ്മീരി കുട്ടികൾ ഉൾപ്പെടെ 1000-ലധികം ഉറുദു ഭാഷ സംസാരിക്കുന്ന വിദ്യാർത്ഥികൾ അപ്രകാരം ഇവിടെ നിന്ന് പഠിച്ചു ഉപരിപഠനത്തിനായി ഈജിപ്തിലും ഇന്ത്യയിലെ മറ്റ് ഉന്നത കോളേജുകളിലും ചേർന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 15,000-ഓളം കുട്ടികൾ ഈ സ്ഥാപനത്തിൻ്റെ മേൽനോട്ടത്തിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കമ്പൗണ്ടിൽ തന്നെ 12,000 കുട്ടികൾ വിവിധ വിദ്യാഭ്യാസം നേടുന്നവർ ഉണ്ട്. അതിൽ 6,000-ഓളം വിദ്യാർത്ഥികൾക്ക് ഭക്ഷണവും
മറ്റ് സൗകര്യങ്ങളും ചെയ്യുന്നതിനായി ഓരോ മാസവും 1 കോടി രൂപ നമുക്ക് ചിലവ് വരുന്നുണ്ട്. ഇത്രയും വിപുലമായ ബൃഹത് പദ്ധതിയോടുകൂടി നടത്തുന്ന മറ്റൊരു സ്ഥാപനം നമ്മുടെ അറിവിൽ ഇല്ലെന്ന് പറയുന്നത് അള്ളാഹു ചെയ്ത നിഅമത്ത് എടുത്തു പറയുക മാത്രമാണ്. അങ്ങനെ മത, ഭൗതിക, സാങ്കേതിക വിദ്യ അഭ്യസിപ്പിച്ച് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പുരോഗതി നൽകി, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകി, മുഴുവൻ വിദ്യാർത്ഥികളും തൊഴിലെടുത്ത് ജീവിക്കുകയും മറ്റുള്ളവരെ ആശ്രയിക്കാതെ ദീനീ പ്രബോധനം നടത്തുകയും ചെയ്യാനുള്ള മാർഗങ്ങൾ ഒരുക്കിക്കൊടുക്കുന്ന സ്ഥാപനമാണ് മർക്കസ്. ഇതിൻ്റെ സമ്മേളനം നടത്തുന്നത് വെറും ഒരു ആൾക്കൂട്ടം കാണിക്കുക എന്ന നിലയിൽ അല്ല, മറിച്ച് മർക്കസ് ഒരു മതസ്ഥാപനത്തിലുപരി വിവിധ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രമെന്ന നിലയിൽ രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവനും ഈ സമ്മേളനം കാണാനും സ്ഥാപനം ദർശിക്കാനും സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം അവർക്ക് കൈമാറാനുമാണ് നാം ഈ സമ്മേളനം നടത്തുന്നത്. കൂടാതെ പണ്ഡിതന്മാരെ പുറത്തിറക്കുമ്പോൾ ഏതാണ്ട് 800-നടുത്ത് പണ്ഡിതന്മാർ ഈ വർഷം പുറത്തിറങ്ങുന്നുവെങ്കിൽ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് പ്രധാനികളായ പണ്ഡിതരുടെയും പൊതുജനങ്ങളുടെയും സദസ്സിൽ വെച്ച് പ്രാർത്ഥനയോടെ ആയാൽ അവർക്കത് ഉപകാരപ്പെടുമെന്ന ഉദ്ദേശത്തോടുകൂടിയും പരിശുദ്ധ ദീനിൻ്റെ ഷിആർ ജനങ്ങൾക്കിടയിൽ വ്യക്തമാക്കുന്നതിനു വേണ്ടിയാണ് ഈ സമ്മേളനം നാം നടത്താറുള്ളത്. അൽഹംദുലില്ലാഹ് ഈ പ്രാവശ്യവും കഴിഞ്ഞ കൊല്ലങ്ങളെക്കാൾ കൂടുതൽ പുതിയ പുതിയ സംവിധാനങ്ങൾ കഴിവിൻ്റെ പരമാവധി ഏർപ്പെടുത്തിക്കൊണ്ടാണ് സമ്മേളനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. സമ്മേളനത്തിന് മുന്നോടിയായി എക്സലൻസി ക്ലബും എക്സലൻസി മീറ്റും VIP മീറ്റുകളും ഇതെല്ലാം ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയം മറന്ന് മറ്റ് വല്ല ഭൗതികമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മറന്ന് മുസ്ലിം സമുദായത്തിൻ്റെ ഇസ്സത്തിനു വേണ്ടി, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഇസ്സത്തിനു വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ എല്ലാ വിഭാഗം ആളുകളും സന്നദ്ധരായി വരുന്നതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. അതിൽ എല്ലാവരും ഭാഗവാക്കാകണമെന്ന അഭ്യർത്ഥനയോടുകൂടി സമ്മേളനം വൻ വിജയമാക്കി തീർക്കാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം. അള്ളാഹുവിൻ്റെ പൊരുത്തം കാക്ഷിച്ചുകൊണ്ട് മാത്രം ഇതിനുവേണ്ടി എല്ലാവരും പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ പൊരുത്തത്തിലാക്കി തരുമാറാകട്ടെ. നമ്മുടെ സമ്മേളനത്തിന് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ധനം കൊണ്ടും എല്ലാവിധത്തിലും സഹകരിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു അവൻ്റെ പൊരുത്തം പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. 3 പതിറ്റാണ്ട് മുമ്പ് കോഴിക്കോട് ജില്ലയിലെ കാരന്തൂരിൽ 29 അനാഥകൾക്ക് ആശ്രയ കേന്ദ്രമൊരുക്കിയായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ തുടക്കം. 10,000-ലധികം വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുന്ന ഒരു സർവകലാശാലയുടെ ചിട്ടവട്ടങ്ങളിലേക്ക് ഉയർന്നിരിക്കുകയാണ് മർക്കസ് ഇന്ന്. പ്രൈമറി തലം തൊട്ട് ബിരുദാനന്തര പഠന വിഭാഗം വരെയുള്ള വിദ്യാഭ്യാസ അവസരങ്ങൾ മർക്കസ് മുന്നോട്ടുവയ്ക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾ, USA, കാനഡ, ചൈന, മലേഷ്യ, സിംഗപ്പൂർ, നേപ്പാൾ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾക്ക് മർക്കസ് പഠന സൌകര്യമൊരുക്കുന്നുണ്ട്. കാരന്തൂരിലെ പ്രധാന ക്യാമ്പസിനു പുറമെ വിവിധ ജില്ലകളിലും സംസ്ഥാനങ്ങളിലുമായി
മർക്കസ് പഠന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു. വിശ്വപ്രസിദ്ധമായ ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിക്ക് പുറമെ അലിഗഡ് യൂണിവേഴ്സിറ്റി, ഹംദർദ് യൂണിവേഴ്സിറ്റി, മൌലാന ആസാദ് നാഷണൽ യൂണിവേഴ്സിറ്റി എന്നിവയുമായി അക്കാദമിക് തലത്തിൽ അടുത്ത ബന്ധം സ്ഥാപിക്കാൻ മർക്കസിന് കഴിഞ്ഞു. ലോകതലത്തിൽ തന്നെ അപൂർവമായ അൽ അസ്ഹറിന്റെ തുല്യതാ പദവി ലഭിച്ച പഠന കേന്ദ്രങ്ങളിലൊന്ന് കേരളത്തിലാണെന്നത് രാജ്യത്തിനു തന്നെ അഭിമാനമാണ്. 3 പതിറ്റാണ്ടിലധികമായി 1/4 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ തെളിമ നൽകാൻ മർക്കസിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ അർത്ഥത്തിൽ നേരിട്ടും അല്ലാതെയും 10 ലക്ഷത്തോളം പേരിലേക്ക് അറിവിന്റെയും കരുണയുടെയും സന്ദേശമെത്തിക്കുകയായിരുന്നു മർക്കസ്. ഇസ്ലാം വിഭാവനം ചെയ്യുന്ന മാനവിക ദർശനത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ളതാണ് സ്ഥാപനത്തിന്റെ പ്രയാണം. അതുകൊണ്ടുതന്നെ ജാതി, മത, ദേശ പരിഗണനകൾ കൂടാതെ എല്ലാ വിഭാഗത്തിനും അറിവും കനിവും നൽകുന്ന പദ്ധതികളാണ് മർക്കസ് ഏറ്റെടുത്ത് നടത്തുന്നത്. അറബി ഭാഷാ പഠനത്തിൽ ഇസ്ലാമിക പഠന വിഭാഗങ്ങളിൽ അസ്ഹറിന്റെ തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകുന്ന രാജ്യത്തെ ഏക പഠന കേന്ദ്രമാണ് മർക്കസ്. ഈ മാതൃകയിൽ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലും അന്താരാഷ്ട്ര പ്രശസ്ത യൂണിവേഴ്സിറ്റികളുമായി സഹകരിച്ച് പ്രവർത്തിക്കാനാണ് മർക്കസ് പദ്ധതിയിടുന്നത്. ഇതിന്റെ ആദ്യപടി എന്നോണമാണ് കോഴിക്കോട് ജില്ലയിലെ പൂനൂരിൽ മർക്കസ് ഗ്ലോബൽ സ്റ്റുഡന്റ്സ് വില്ലേജ് ആരംഭിച്ചിരിക്കുന്നത്. ഇസ്ലാമിക ശാസ്ത്രത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നൽകുന്ന പഠന കേന്ദ്രങ്ങൾ മർക്കസിന്റെ പ്രധാന സംരംഭങ്ങളാണ്. ശരീഅത്ത് കോളേജിൽ നിന്ന് എല്ലാ വർഷവും 300-ലധികം പേർ സഖാഫി ബിരുദം നേടി വിജ്ഞാന സേവനത്തിനിറങ്ങുന്നുണ്ട്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഇസ്ലാം മതപഠന കേന്ദ്രങ്ങളിലൊന്നായി മാറിയിട്ടുണ്ട് ഈ സ്ഥാപനം. അക്കാദമിക് മികവും ഗവേഷണ സൌകര്യവും സർവസജ്ജമായ റഫറൻസ് ലൈബ്രറിയും ഇവിടുത്തെ പ്രത്യേകതകളാണ്. ശരീഅത്ത് കോളേജ് പ്രിൻസിപ്പൽ കൂടിയായ എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ സഹീഹുൽ ബുഖാരി ദർസ് ഏറെ സവിശേഷതയാർന്ന വിജ്ഞാനവേദിയാണ്. 100 കണക്കിന് ശരീഅത്ത് വിദ്യാർത്ഥികൾക്ക് പുറമെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന പണ്ഡിതരും അറിവിനെ സ്നേഹിക്കുന്നവരും ഈ ക്ലാസിൽ സംബന്ധിച്ചു വരുന്നുണ്ട്. القرآن والسنة يكفي لا شك فيه قال صلى الله عليه وسلم تركت فيكم أمرين لن تضلوا ما تمسكتم بهما كتاب الله وسنة رسوله فإذا القرآن والسنة يكفي لا ننكر أبدا نقبل القرآن والسنة ولكن القرآن والسنة بحر عميق إنا سنلقي عليك قولا ثقيلا. എല്ലാ ദിവസവും സുബഹി നിസ്കാരാനന്തരമാണ് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സഹീഹുൽ ബുഖാരി ദർസ് മർക്കസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത്. മത ഭൌതിക വിദ്യാഭ്യാസത്തിന്റെ സമ്മേളനമെന്ന അടിസ്ഥാന ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ട് നിരവധി ദഅ്വാ കോളേജുകളും മർക്കസ് നടത്തുന്നു. പൂനൂർ മർക്കസ് ഗാർഡനിലെ മദീനത്തുന്നൂർ ഇതിലെടുത്തു പറയേണ്ട സംരംഭമാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും മർക്കസിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ രംഗത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ഹോസ്റ്റലുകളും സംവിധാനിച്ചിരിക്കുന്നു. പഠന മികവിനും അച്ചടക്കത്തിനും കേളിക്കേട്ടതാണ് മർക്കസിന് കീഴിലുള്ള സ്കൂളുകൾ. കേന്ദ്ര സംസ്ഥാന ബോർഡുകളുടെ സിലബസ് പിന്തുടരുന്ന ഈ സ്ഥാപനങ്ങൾ എല്ലാ വർഷവും ഉന്നത പഠന നിലവാരമാണ് പുലർത്തിവരുന്നത്. ലാബുകൾ, ലൈബ്രറികൾ, സെമിനാറുകൾ, മോട്ടിവേഷൻ ക്ലാസുകൾ തുടങ്ങിയ മെച്ചപ്പെട്ട പഠനാന്തരീക്ഷമുണ്ട് ഈ സ്ഥാപനങ്ങളിൽ. ഏറ്റവും പുതുമയുള്ളതും ആയാസരഹിതവുമായ ബോധന രീതിയാണ് ഇവിടെ പിന്തുടരുന്നത്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ ഒരുക്കിയ സ്മാർട്ട് ക്ലാസ് റൂം ഇതിന്റെ മികച്ച ദൃഷ്ടാന്തമാണ്. ടെക്നോളജിയുടെ പിന്തുണയോടെയും അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിലെ ഊഷ്മളതയോടെയും വിദ്യാഭ്യാസ രംഗത്ത് ഉണർവ് നൽകുന്നതാണ് മർക്കസ് സ്കൂളുകൾ.
കേരളത്തിന് പുറത്ത് കശ്മീർ, ഗുജറാത്ത്, തമിഴ്നാട്, കർണാടക, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ മർക്കസ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ കൂടുതൽ സ്കൂളുകൾ തുടങ്ങാൻ മർക്കസ് ലക്ഷ്യമിടുന്നു. മർക്കസ് ഹിഫ്ലുൽ ഖുർആൻ കോളേജുകൾ ഇതിനകം അന്താരാഷ്ട്ര ശ്രദ്ധയാകർഷിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഖുർആൻ പഠന, പാരായണ, ഗവേഷണ രംഗത്ത് രാജ്യത്തെ തന്നെ വേറിട്ടൊരു സ്ഥാപനമാണിത്. അന്തർദേശീയ ഹോളി ഖുർആൻ പാരായണ മത്സരത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിക്കാൻ ഇവിടുത്തെ കുട്ടികൾക്ക് കഴിഞ്ഞു. ടെക്നിക്കൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് സ്തുത്യർഹമായ കാൽവെപ്പുകൾ നടത്തിയിട്ടുണ്ട് മർക്കസ്. ഈ മേഖലയിലെ വൈവിധ്യവൽക്കരണത്തിന് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ സാധിച്ചിട്ടുണ്ട്. ഹാൻഡിക്രാഫ്റ്റ് സെന്റർ വിദ്യാർത്ഥികൾക്ക് സ്വയം തൊഴിൽ പരിശീലനത്തിനുള്ള അവസരമൊരുക്കുന്നു. ചെറുപ്പകാലം തൊട്ടേ വിദ്യാർത്ഥികളെ സ്വയം പര്യാപ്തരാക്കാനും തങ്ങളുടെ യഥാർത്ഥ കഴിവുകൾ തിരിച്ചറിയാൻ പ്രാപ്തരാക്കാനും ഈ സംവിധാനത്തിലൂടെ സാധിക്കുന്നു. വിവിധ തുറകളിൽ സമൂഹത്തിന് നേതൃത്വം നൽകേണ്ടവർക്കു വേണ്ട പരിശീലനവും പഠന സൌകര്യവുമൊരുക്കുന്ന സംരംഭങ്ങളാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആക്ടിവേഷൻ ആൻഡ് മാനേജ്മെന്റ്. ആധുനിക മാനേജ്മെന്റ് സിദ്ധാന്തങ്ങളും സാമൂഹ്യ, ഭാഷ, ധർമ്മശാസ്ത്രങ്ങളും സംയോജിപ്പിച്ചുകൊണ്ടുള്ള സിലബസാണ് ഇവിടുത്തേത്. മർക്കസിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മലിനജലം പരിസരവാസികൾക്കും പരിസ്ഥിതിക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധം ശുചീകരിക്കുന്നതിന് പ്രത്യേക ട്രീറ്റ്മെന്റ് പ്ലാന്റ് ക്യാമ്പസിനോട് ചേർന്ന് നിർമ്മിച്ചിട്ടുണ്ട്. കാരുണ്യ സേവന മേഖലകളിലെ മർക്കസിന്റെ പ്രവർത്തനങ്ങൾ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് അത്താണിയാവുകയാണ്. ഓരോ മാസവും 1 കോടിയോളം രൂപയാണ് ഈ ഇനത്തിൽ മർക്കസിന് ചിലവ് വരുന്നത്. അനാഥരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായുള്ള വെവ്വേറെ സ്ഥാപനങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇവരുടെ വിദ്യാഭ്യാസ, ചികിത്സ, വസ്ത്ര ചെലവുകൾ ഉൾപ്പെടെ എല്ലാം മർക്കസ് നൽകുന്നു. KG തലം തൊട്ട് ഗവേഷണ തലം വരെയുള്ള പഠനത്തിന് ഇവർക്ക് സൌകര്യമൊരുക്കുന്നു. കോഴിക്കോടിന്റെ മലയോര പ്രദേശമായ മരഞ്ചാട്ടിയിലെ ഗേൾസ് ക്യാമ്പസ് അനാഥർക്കും അഗതികൾക്കും ആശ്രയമാണ്. അനാഥരായവരെ അവരുടെ വീട്ടിൽ തന്നെ നിർത്തി വിദ്യാഭ്യാസ, ജീവിത ചിലവുകൾ നൽകുന്ന ഓർഫൻ കെയർ പ്രൊജക്ട് മർക്കസിന്റെ സേവന വഴിയിലെ തിലകക്കുറിയാണ്. ഈ സ്കീമിൽ 2000-ഓളം കുട്ടികൾക്ക് മെച്ചപ്പെട്ട ജീവിതം നൽകാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. മർക്കസ് സഖാഫത്തി സുന്നിയ, സുന്നി കൾച്ചറൽ സെന്റർ ഇന്ന് കേരളത്തിന്റെ സ്ഥാപനമല്ല, ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും സംസ്കാരവും വിദ്യാഭ്യാസവും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു പ്രയാണമാണ് മർക്കസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1978 ഏപ്രിൽ 18 ആരംഭിച്ച ഈ ജൈത്രയാത്ര അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ലോകമെങ്ങുമുള്ള നല്ലവരായ എല്ലാ സഹോദരന്മാരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് ഭംഗിയായി നടന്നു പോകുന്നു. സാമ്പത്തികമായ പ്രയാസങ്ങൾ അത് സ്വാഭാവികമാണ്. മർക്കസിന്റെ സന്ദേശം എന്താണ്? അത് പ്രചരിപ്പിക്കുകയാണ് 33-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഘട്ടത്തിൽ നാം ഉദ്ദേശിക്കുന്നത്. മനുഷ്യന് ശരീരം ഉള്ളതുപോലെ ആത്മാവുമുണ്ട്. ശരീരത്തിന് വളർച്ചയ്ക്ക് പോഷകമൂല്യങ്ങളുള്ള ആഹാരം അനിവാര്യമായതുപോലെ അവന്റെ ആത്മാവ് അല്ലെങ്കിൽ മനസ്സ് ശുദ്ധിയുള്ളതായി തീരാൻ ആ മനസ്സിനെ മലിനമാക്കുന്ന എല്ലാ ദുർഗുണങ്ങളെയും വിപാടനം ചെയ്ത് ഉത്തമ മൂല്യങ്ങൾ ആ മനസ്സുകളിൽ നിറയ്ക്കേണ്ടത് അനിവാര്യമാണ്. അതായത് ഭൗതികവും ആധ്യാത്മികവുമായ വിദ്യാഭ്യാസത്തിന്റെ
സമന്വയമാണ് മർക്കസ് ഉദ്ദേശിക്കുന്നത്. ആ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് ഭാരതീയ സംസ്കാരത്തിന്റെയും ഇസ്ലാമിക സംസ്കാരത്തിന്റെയും ലോകമെങ്ങുമുള്ള എല്ലാ നന്മകളുടെയും മേളനമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒത്തുകൂടലാണ് നമ്മുടെ സമ്മേളനത്തിലൂടെ, നമ്മുടെ സ്ഥാപനത്തിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് 100-ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, സ്കൂളുകൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ മർക്കസ് നൽകുന്നു, നേതൃത്വം നൽകുന്നു. നേരിട്ട് നടത്തുന്ന 15 സ്കൂളുകൾ, എയ്ഡഡ് അൺഎയ്ഡഡ് തലങ്ങളിലുള്ള സ്കൂളുകൾ, ആൺകുട്ടികൾ പെൺകുട്ടികൾ എല്ലാ വിഭാഗത്തിലുംപ്പെട്ട ജനങ്ങൾ, അവർക്ക് പാവപ്പെട്ടവർക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നു. എല്ലാ ആളുകൾക്കും ആവശ്യമായ അറിവുകൾ നൽകാനുള്ള സംവിധാനം ഒരുക്കുന്നു. ഓർഫനേജുകൾ നടത്തുന്നു. ആ ഓർഫനേജുകളിൽ പാവപ്പെട്ടവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. കാശ്മീർ മുതൽ ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലെയും വിദ്യാർത്ഥികളുടെ അഭയകേന്ദ്രമായി, താങ്ങും തണലുമായി മർക്കസ് വളർന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന സുന്നി പ്രസ്ഥാനത്തിന്റെ, ഇസ്ലാമിക സമൂഹത്തിന്റെ ആചാര്യനും നേതാവുമായ ഉസ്താദ് കാന്തപുരം, അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ നേതൃത്വം, ധീരത, ത്യാഗബുദ്ധി, അതാണ് ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രധാനമായ അവലംബം. അങ്ങനെ ഒരു വ്യക്തി അല്ലെങ്കിൽ കുറെ വ്യക്തികൾ സഹകരിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ അവിടെ അള്ളാഹുവിന്റെ സഹായമുണ്ടാകുമെന്നത് മർക്കസിന്റെ അനുഭവമാണ്. ഇന്ന് 15,000-ലധികം വിദ്യാർത്ഥികൾ മർക്കസുമായി ബന്ധപ്പെട്ട് വിദ്യ നേടുമ്പോൾ 5,000 വിദ്യാർത്ഥികൾക്ക് ഇവിടെ മർക്കസ് താമസവും ഭക്ഷണവും സൗകര്യവും നൽകുന്നു. ശ്രമകരമായി ഈ ദൗത്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് ലോകമെങ്ങുമുള്ള എല്ലാ ജനങ്ങളോടും അവരുടെ കടപ്പാട്, ആ കടപ്പാടിന്റെ വില, അവരുടെ വിയർപ്പിന്റെ വില, അത് പങ്കുവെക്കാൻ, അവരെ അറിയിക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, എല്ലാ മർക്കസിന്റെ ഓരോ മുന്നേറ്റത്തിലും അവരുടെ സഹകരണം അഭ്യർത്ഥിക്കാൻ എല്ലാറ്റിനുമുള്ള ഒരു വഴിയാണ്, മാർഗമാണ് 33-ാം വാർഷിക സമ്മേളനം. വീടുകളിലും കടകളിലും വെച്ചിട്ടുള്ള ധർമ്മപ്പെട്ടികളിൽ സാധാരണക്കാർ, സഹോദരന്മാർ, വിവിധ മതങ്ങളിൽപ്പെട്ടവർ നിക്ഷേപിക്കുന്ന നാണയത്തുട്ടുകൾ, അത് സമാഹരിച്ചാണ് ഒരു ദിവസം 3.5 ലക്ഷം രൂപ ചെലവ് വരുന്ന ഈ ദൗത്യം നടത്തിക്കൊണ്ടുപോകുന്നത്. കടങ്ങളുണ്ട്, ഭാരിച്ച കടങ്ങളുണ്ട്. അതെല്ലാം വീട്ടുന്നതിന്, പ്രയാണം സുതാര്യമാക്കുന്നതിന് ബഹുജനങ്ങളുടെ സഹകരണം എപ്പോഴും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇത്തവണ 800 പണ്ഡിതന്മാർ, ഖുർആൻ മനഃപ്പാഠമാക്കിയവർ സ്ഥാപനത്തിൽ നിന്ന് ബിരുദമെടുത്ത് പുറത്തിറങ്ങുകയാണ്. അവർക്ക് സ്ഥാനവസ്ത്രങ്ങൾ നൽകി, സർട്ടിഫിക്കറ്റുകൾ നൽകി ജനുവരി 7, 8, 9 9-ാം തീയതി സനദ് നൽകുന്ന ഏറ്റവും ഭക്തിസാന്ദ്രമായ ചടങ്ങാണ് ഈ സമ്മേളനത്തിന്റെ മുഖ്യഭാഗം. പിന്നെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന, സേവനം ചെയ്യുന്ന മർക്കസിന്റെ സന്തതികൾ, അവരുടെ ഒത്തുകൂടലുകൾ, മർക്കസ് അലുമിനിയുടെ സാന്നിധ്യം, ഭക്തജനങ്ങൾ വരുന്നു. അവർക്ക് തമ്മിൽ കാണാൻ, പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ, രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ ഉന്നത വ്യക്തികളുടെ സംഭാഷണങ്ങൾ ശ്രവിക്കാൻ, എല്ലാറ്റിനുമുള്ള സന്ദർഭമായി ഈ സമ്മേളനത്തെ ഞങ്ങൾ കാണുന്നു. സമ്മേളനവും വിജയിക്കണം, സ്ഥാപനവും എക്കാലവും നിലനിൽക്കണം. അതോടൊപ്പം ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും നന്മയുണ്ടാകണം. ഈ മുന്നേറ്റത്തിൽ സഹകരിക്കുന്ന രാജ്യത്തെ എല്ലാ ജനങ്ങളോടുമുള്ള ഞങ്ങളുടെ സന്തോഷങ്ങളും നന്ദികളും അറിയിക്കുകയും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് സമ്മേളനത്തിന്റെ സന്ദേശങ്ങൾ ഏറ്റെടുക്കാൻ എല്ലാ ജനങ്ങളോടും അഭ്യർത്ഥിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. കശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക്
തീർത്തും സൗജന്യമായ പഠനാവസരമൊരുക്കുന്ന ബൃഹത്തായ പ്രൊജക്ട് ഏറ്റെടുത്തിരിക്കുകയാണ് മർക്കസ് ഇപ്പോൾ. We are coming from Kashmir to here, and we have here studied everything about Islam and about the modern education. Expressing my great feelings about the great institution, Markaz. It's a turning point in my life. പ്രശ്നകലുഷിതമായ കശ്മീർ താഴ്വരയിൽ നിന്നുമുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഇന്ന് മർക്കസിൽ പ്രത്യേക സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. UAE റെഡ് ക്രസന്റ് സൊസൈറ്റിയുടെ സഹകരണത്തോടെയുള്ള കശ്മീരി ഭവൻ അവരുടെ അഭയകേന്ദ്രമാണ്. കേരളത്തിനു പുറമെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കും വ്യത്യസ്ത പഠന കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. मैं बंगाल से आया हूं और मेरा नाम है मोहम्मद जावेद इकबाल सखाफी. मैं तकरीबन 3 साल मरकज में पढ़ चुका हूं. കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിയിലെ കൽഫാൻ ഇസ്ലാമിക് സെന്റർ ഇവരുടെ വിജ്ഞാന കേന്ദ്രമാണ്. कुछ लड़के उत्तर प्रदेश के हैं, कुछ बिहार के हैं, कुछ बंगाल के हैं, कुछ हरियाणा के हैं, कुछ दिल्ली के हैं. केरला के अंदर हम इसी वजह से आए कि हमको मालूम है यहाँ का मरकज का माहौल कि यहाँ पर बहुत ही अच्छी पढ़ाई होती. ആരോഗ്യരംഗത്തെ മർക്കസിന്റെ ശ്രദ്ധേയമായ കാൽവെപ്പാണ് പൂനൂർ ചാരിറ്റബിൾ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഇതുകൂടാതെ മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ പരിപാടികൾ, സാന്ത്വന പരിചരണ സംരംഭങ്ങൾ എന്നിവയ്ക്കും സ്ഥാപനം നേതൃത്വം നൽകുന്നു. ദുരന്തങ്ങളിലും ദുരിതങ്ങളിലും അകപ്പെട്ടവർക്ക് എന്നും ആശ്രയമായിട്ടുണ്ട് ഈ കാരുണ്യ കേന്ദ്രം. അപ്രതീക്ഷിതമായുണ്ടാകുന്ന ആപത്തുകളിൽപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാനും അവർക്ക് പുതുസ്വപ്നങ്ങൾ പകരാനും മർക്കസിന് കഴിഞ്ഞു. അന്തമാൻ നിക്കോബാർ ദ്വീപിലെ സുനാമി ബാധിതരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ മർക്കസ് നടത്തിയ യജ്ഞങ്ങൾ ലക്ഷ്യം കണ്ടു. ഇതിന്റെ തുടർച്ചയെന്നോണം അവിടെ വിപുലമായൊരു വിദ്യാകേന്ദ്രത്തിന്റെ നിർമ്മാണത്തിലാണിപ്പോൾ. കുടിവെള്ളം ജീവജലമാണ്. എന്നാൽ ശുദ്ധജലത്തിന്റെ സൌഭാഗ്യം കിട്ടാത്തവർക്ക് നരകയാതന പറഞ്ഞറിയിക്കാനാവില്ല. ഇതിനൊരു പരിഹാരമെന്നോണമാണ് മർക്കസ് സ്വീറ്റ് വാട്ടർ പ്രോജക്ട് നടപ്പിലാക്കുന്നത്. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും പിന്നോക്ക പ്രദേശങ്ങളായ 500ഓളം സ്ഥലങ്ങളിൽ ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. ഇവയ്ക്കു പുറമെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വിവാഹ, ഭവന നിർമ്മാണ, ചികിത്സാ സഹായങ്ങൾ നൽകുന്നതിന് പ്രത്യേക കാരുണ്യ ഫണ്ട് ഏർപ്പെടുത്തിയിരിക്കുന്നു. 1000-ലധികം ദരിദ്ര കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ നേടിക്കൊടുക്കാൻ മർക്കസിന്റെ പരിശ്രമങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2 വർഷത്തിലൊരിക്കൽ നടന്നുവരുന്ന മർക്കസ് സമ്മേളനങ്ങൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മുസ്ലിം കൂട്ടായ്മകളിലൊന്നാണ്. ചർച്ചകളും സെമിനാറുകളും അന്താരാഷ്ട്ര വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യവും ഈ സംഗമങ്ങളെ അവിസ്മരണീയമാക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമുള്ള മുസ്ലിം സമൂഹങ്ങൾക്കിടയിൽ ഇന്ത്യയെ പരിചയപ്പെടുത്തുന്നതിൽ മർക്കസും അതിന്റെ ശില്പി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും തുല്യതയില്ലാത്ത സേവനങ്ങളാണ് ചെയ്യുന്നത്. അന്താരാഷ്ട്ര വേദികളിലെയും മുസ്ലിം കോൺഫറൻസുകളിലെയും സ്ഥിരം ക്ഷണിതാവായ കാന്തപുരം തന്റെ ബന്ധങ്ങൾ സമൂഹ പുനർനിർമ്മാണത്തിനാണ് ഉപയോഗിച്ചത്. വിഭജനത്തിന്റെയും സ്വാതന്ത്ര്യ പോരാട്ടങ്ങളുടെയും കരിനിഴൽ വിട്ടുമാറാതെ പിന്നോക്കം നിന്നിരുന്ന ജനവിഭാഗത്തിന് ദിഷണാപരമായ നായകത്വമാണ് അദ്ദേഹം നൽകിയത്. പൈതൃകത്തെയും ശുദ്ധ പാരമ്പര്യത്തെയും പരിരക്ഷിച്ചുകൊണ്ട് തന്നെ പുതുസാധ്യതകളുടെ അങ്ങേയറ്റം വരെ പോകാൻ അദ്ദേഹം ദർശനം ചെയ്തു. ലോക മുസ്ലിം സമൂഹത്തിലേക്കുള്ള ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അംബാസഡറായ അദ്ദേഹത്തിന് ഭരണകൂടങ്ങളുടെയും അന്താരാഷ്ട്ര വേദികളുടെയും ആദരം നേടാനായി.
سائر فالقدس صاحت غادر أدمى فؤاد الطاهر إني سائر للدين حتما سائر فالقدس صاحت غادر أدمى فؤاد الطاهر. മർക്കസു സഖാഫത്ത് സുന്നിയ 33-ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള മുസ്ലിം സഹോദരന്മാർ ഇതിൽ പങ്കുചേരുകയാണ്. ഇന്ത്യയുടെ 20ഓളം സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾ കേരളത്തിൽ പഠിക്കുന്നതിന് പുറമെ അന്യ സംസ്ഥാനങ്ങളിലേക്ക് കേരളത്തിൽ നിന്ന് പഠിച്ച സഖാഫികൾ ചേക്കേറി ആ പ്രദേശങ്ങളിലെല്ലാം ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് അവർ നേതൃത്വം നൽകിയപ്പോൾ മർക്കസിന്റെ സംഭാവനയായി ഒട്ടേറെ പുതിയ സ്ഥാപനങ്ങളും നിലവിൽ വന്നു. ഇതിലേറ്റവും ശ്രദ്ധേയമായത് പശ്ചിമ ബംഗാളിലാണ്. 13 കോടി ജനങ്ങളിൽ 35% മുസ്ലിങ്ങൾ അധിവസിക്കുന്ന പശ്ചിമ ബംഗാളിലെ ഭൂരിഭാഗം മുസ്ലിങ്ങളുടെയും സ്ഥിതി വളരെ ദയനീയമാണ്. വിദ്യാഭ്യാസമില്ല, ജീവിത നിലവാരമില്ല, ഇസ്ലാമോ ആധുനികപടമോ രണ്ടും ഇല്ലാത്ത സമൂഹത്തിൽ സച്ചാർ കമ്മിറ്റി ഏറ്റവും കൂടുതൽ ദയനീയമായ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ പരാമർശിച്ച പശ്ചിമ ബംഗാളിൽ 100ഓളം സ്ഥലങ്ങളിൽ മസ്ജിദുകളും പ്രാഥമിക വിദ്യാലയങ്ങളും ആരംഭിച്ച മർക്കസ് സുപ്രധാനമായ ഒരു കേന്ദ്രം കൊൽക്കത്തയിൽ പണിയുന്നതിന് ഈ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന കൊൽക്കത്തയിലെ പ്രചരണ പരിപാടിയിൽ കേന്ദ്ര ടൂറിസം സഹമന്ത്രി സുൽത്താൻ അഹമ്മദിന്റെയും മറ്റും പരിശ്രമ ഫലമായി ലഭ്യമാക്കിയ ഭൂമിയിൽ മർക്കസിന്റെ പുതിയ കേന്ദ്രത്തിന് തറക്കല്ലിട്ടു. വനിതാ വിദ്യാഭ്യാസ കേന്ദ്രം, മസ്ജിദ്, ആരോഗ്യ ചികിത്സാ കേന്ദ്രം, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സെന്റർ തുടങ്ങിയവയാണ് ആ മർക്കസ് ലക്ഷ്യമാക്കുന്നത്. യുപിയിലെ ഫിലിബിറ്റ് ചരിത്രപ്രസിദ്ധമായ പട്ടണത്തിൽ വനിതാ ടെക്നിക്കൽ സ്കൂള്, ഷോപ്പിംഗ് കോംപ്ലക്സ്, ഹോസ്പിറ്റൽ, മസ്ജിദ് ഉൾപ്പെടെയുള്ള ഒരു നല്ല സമുച്ചയം. ഇനി ഗുജറാത്തിൽ നേരത്തെ തന്നെ ഒരു സ്കൂളും മദ്രസയും നടത്തി വരുന്ന ഗുജറാത്തിൽ ഈ സമ്മേളനത്തിന് മറ്റൊരു പുതിയ സ്കൂൾ ഉപ്ലേറ്റ ഡിസ്ട്രിക്റ്റിന്റെ ആസ്ഥാനത്ത് ആരംഭിക്കാൻ കഴിഞ്ഞു എന്നത് മർക്കസിന് വലിയ ഒരു നേട്ടമാണ്. ഹരിയാനയിലും ഡൽഹിയിലും പണിത നിരവധി ഇസ്ലാമിക പ്രാഥമിക പഠന കേന്ദ്രങ്ങൾ അൽഹംദുലില്ലാ അവയെല്ലാം വീണ്ടും പുരോഗമിച്ചു വരികയാണ്. കശ്മീരിൽ ആരംഭിച്ച 2 ഓർഫനേജുകൾ ഷൂപ്പിയാൻ ഡിസ്ട്രിക്റ്റിലെ അഡിജാനിലും പുൽവാമ ഡിസ്ട്രിക്റ്റിലെ പാംപൂരിലും യതീം കുട്ടികൾക്കുള്ള അഭയകേന്ദ്രമായും കൂടാതെ നിരവധി സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള മസ്ജിദുകളും മദ്രസകളും പുതിയ രീതിയിലുള്ള മതപഠനത്തിന് കശ്മീർ സമൂഹത്തിന് പാത ഒരുക്കിക്കൊടുത്തു. ജമ്മുവിലും അതേ പ്രകാരമുള്ള സ്കൂളുകൾ മർക്കസിന്റെ മേൽനോട്ടത്തിലായി നടന്നു വരുന്നുണ്ട്. ഹൈദരാബാദിലും തമിഴ്നാട്ടിലും മധ്യപ്രദേശിലും എല്ലാം മർക്കസിന്റെ കീഴ് കേന്ദ്രങ്ങൾ തുടങ്ങാനുള്ള തയ്യാറെടുപ്പുകളായിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്ഥാപനം ബാംഗ്ലൂരിന്റെ ഹൃദയഭാഗത്ത് MG റോഡിനോട് ചേർന്ന് ആരംഭിച്ചിട്ടുള്ള ഇസ്ലാമിക് ഹയർ എഡ്യൂക്കേഷൻ സെന്ററാണ്. മർക്കസ് കൈക്ക ഇസ്ലാമിക് ഹയർ എഡ്യൂക്കേഷൻ സെന്ററിൽ 10ാം തരം പാസ്സായ വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റി പഠനത്തോടൊപ്പം ഇസ്ലാമിക പഠനം കൂടി നൽകുന്ന യഥാർത്ഥ ക്യാമ്പയിൻഡ് എഡ്യൂക്കേഷൻ. ഇത് കർണാടകയിൽ തന്നെ വലിയ ഒരു സംരംഭമാണ്. ബോംബെയിലും ഇതിന് സമാനമായ ഒരു സ്ഥാപനം തുടങ്ങി. ബോംബെയിലെ പ്രശസ്തമായ മീര റോഡ് ടൗൺഷിപ്പിൽ 5000-ഓളം വിദ്യാർത്ഥികൾ മതപഠന രംഗത്തേക്ക് കടന്നുവന്നു. സ്കൂൾ പഠനത്തോടൊപ്പം മാത്രമല്ല 3 നിലയുള്ള സ്വതന്ത്രമായ കെട്ടിടമുള്ളൊരു ക്യാമ്പസിൽ ഇസ്ലാമിക പഠനവും അഡൽട്ട് എഡ്യൂക്കേഷനും വുമൻസ് എഡ്യൂക്കേഷനുമായി നിരന്തരം സദാസമയം പ്രബോധന നിരതരായ മർക്കസിന്റെ മക്കൾ ബോംബെയിലും പുതിയ ചരിത്രം സൃഷ്ടിക്കുകയാണ്. തമിഴ്നാട്ടിലെ ആസ്ഥാനമായ ചെന്നൈയിൽ മർക്കസ്, ത്വയ്ബ ഹെറിറ്റേജ് പാരീസിൽ ഇൻഷാ അള്ളാഹ് അടുത്ത മാസങ്ങളിലായി ഉദ്ഘാടനം ചെയ്യപ്പെടും. പണി പുരോഗമിച്ചു വരികയാണ്. അത് തുടർന്ന് ത്വയ്ബ ഗാർഡൻസിൽ വിശാലമായ വിദ്യാഭ്യാസ സമുച്ചയത്തിനും തറക്കല്ലിടൽ നടന്നു കഴിഞ്ഞു. ഇങ്ങനെ പറഞ്ഞാൽ അവസാനിക്കുകയില്ല.
ജിദ്ദയിലെ മഹദുൽ ഉലൂം സ്കൂളും മറ്റ് വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും എണ്ണി പറയുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായത് ദുബൈയിലെ മർക്കസാണ്. ദുബായ് മർക്കസ് യഥാർത്ഥത്തിൽ മർക്കസിന്റെ മിഡിൽ ഈസ്റ്റ് പ്രബോധന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു നാഴികക്കല്ലാണ്. മലയാളികളായ സമ്പന്ന സമൂഹം ഒരു കൊച്ചു മസ്ജിദ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ കേരളത്തിൽ നിങ്ങൾക്ക് അവസരങ്ങളില്ല. ഒരു മദ്രസ ഉണ്ടാക്കാനും ഉത്തരേന്ത്യയിൽ പ്രബോധനം നടത്തുന്ന ഒരു ദാഴിയെ ദത്തെടുക്കാനും ഇന്ത്യയുടെ ഈ ദരിദ്ര മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രബോധകന്മാർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായവും മറ്റും നൽകി ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നമ്മുടെ മലയാളി സമൂഹം മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. ആസാമിൽ മർക്കസ് ഏറ്റെടുത്ത 100 യതീം കുട്ടികൾ, കശ്മീരിൽ കേരളത്തിൽ പഠിക്കുന്നതിന് പുറമെ കശ്മീരിൽ തന്നെയുള്ള 300 അനാഥ മക്കൾ, MP-യിലും മഹാരാഷ്ട്രയിലുള്ള അനാഥ മക്കൾ, ഈ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ യാത്ര പുറപ്പെടും മുമ്പ് മർക്കസ് ഓഫീസുമായി ബന്ധപ്പെട്ട് ആ മേഖലകളിലെ അഡ്രസ്സുകൾ കരസ്ഥമാക്കണം. ആ മേഖലകൾ സഹായിക്കാൻ നിങ്ങൾക്ക് മർക്കസ് സഹായം ഒരുക്കുന്നു. മർക്കസ് ഓൾവേസ് ഇൻ യുവർ ഹെൽപ്പ്. മർക്കസ് ദേശീയ ഭൂപടത്തിൽ ഡൽഹി ഇന്ത്യയുടെ ആസ്ഥാന നഗരി. ഇന്ത്യയുടെ പ്രഭാവം എടുത്തു പറയുന്ന ഡൽഹിയിൽ പോലും അജ്ഞതയുടെ ഇരുണ്ട വീതിയിൽ തളച്ചിട്ട ബാല്യങ്ങൾ ധാരാളം. വിദ്യയുടെ വിജയകേന്ദ്രങ്ങൾ അവർക്ക് മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു. ഇരുണ്ട ഭാവിയെ മുന്നിൽ കണ്ട കുരുന്നു ഹൃദയങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ മർക്കസ് അവരെ വിജ്ഞാനതീരത്തേക്ക് ആനയിച്ചു. കാശ്മീർ അരുതായ്മ അണപൊട്ടിയൊഴുകിയപ്പോൾ ഇന്ത്യയുടെ ഉദ്യാന നഗരി അക്രമത്തിന്റെ മരുപ്പറമ്പായി. ശാന്തസുന്ദര താഴ്വര അരുതായ്മയുടെ തീക്കളമായപ്പോൾ അവിടെ കുരുന്നു ബാല്യങ്ങൾക്ക് വിദ്യ നിഷേധിക്കപ്പെട്ടു. അറ്റുപോയ ആശകൾക്ക് അറുതി വരുത്തി മർക്കസ് അവിടെയും വിജ്ഞാനം പകർന്നു. ഗുജറാത്ത് അധർമ്മത്തിന്റെ തീക്കാറ്റാഞ്ഞു വീശിയപ്പോൾ അറ്റുപോയത് സമത്വത്തിന്റെ സുന്ദരമുഖം. കറുത്ത രാത്രികൾക്ക് വിട ചൊല്ലി സ്നേഹത്തിന്റെ കൈത്തിരിനാളവുമായി മർക്കസ് കടന്നുവന്നു. ഇന്നിന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുവയ്ക്കാൻ പുതുതലമുറയ്ക്ക് സ്നേഹത്തിന്റെ ഊഷ്മളത പകർന്നു നൽകി മർക്കസ് സ്ഥാപനങ്ങൾ സമത്വത്തിന്റെ നിസ്തുല സ്തംഭമായി ഗുജറാത്തിൽ നിലകൊള്ളുന്നു. ഉത്തർപ്രദേശ് ജീവിതത്തിന്റെ കയ്പുനീർ നിത്യമായപ്പോൾ ബാല്യത്തിന്റെ സുഗന്ധം ആസ്വദിക്കാൻ അവർക്കായില്ല. പട്ടിണിയും ഇല്ലായ്മയും അലട്ടിയിരുന്ന സമൂഹത്തിന് വിദ്യാഭ്യാസം മരീചികയായിരുന്നു. വിദ്യ ജീവിത വഴിത്തിരിവാണ് എന്ന് വിളിച്ചോതി മർക്കസ് ഉത്തർപ്രദേശിലും സജീവമാണ്. മൈസൂർ പ്രകൃതി കനിഞ്ഞു നൽകിയ വശ്യത മൈസൂരിന്റെ ചരിത്രത്തെ തിരുത്തിയെഴുതിയപ്പോൾ സംസ്കാര മൂല്യങ്ങളും ധർമ്മബോധവും ഇരുളിന്റെ കരങ്ങൾക്ക് വഴിമാറി. അരാജകത്വമധികരിച്ച ആധുനിക സമൂഹത്തിൽ അറിവിന്റെ ആഴിയും ആത്മീയതയുടെ അനശ്വരതയും സമ്മാനിക്കാൻ മർക്കസ് സജ്ജമായി. ബാംഗ്ലൂർ IT ലോകത്തിൽ ഇന്ത്യയുടെ ചലനങ്ങൾ ബാംഗ്ലൂർ ഏറ്റെടുത്തത് കാലത്തിന്റെ നിയോഗം. ക്രൂരതയുടെ വിത്തുകൾ പുറന്തള്ളപ്പെടുന്ന കൂരിരുട്ടിനെ വകഞ്ഞുമാറ്റി ആത്മീയ ഭൌതിക വിദ്യാകിരണങ്ങൾ സമൂഹത്തിന് തുറന്നുകാട്ടാൻ സഹായകമായ മർക്കസിന്റെ ചലനങ്ങൾ ആശാവഹമാണ്. കൊൽക്കത്ത മൂല്യബോധം കെട്ടണഞ്ഞ സമൂഹം ക്രൂരതയുടെ കിരാതമുഖങ്ങൾ പ്രദർശിപ്പിക്കാൻ ലജ്ജയില്ലാതെയായി. ഇസ്ലാമിന്റെ സനാതന തത്വങ്ങളെ കൈക്കുമ്പിളിലാക്കി മർക്കസ് അവിടെയും മുന്നേറുകയാണ്. ചെന്നൈ അഹ്ലുസുന്നയുടെ ആദർശ പാഠവം ചുരിഞ്ഞ് മർക്കസ് കർമ്മപദ്ധതികളുമായി സജീവമാകുന്നു വാദി ത്വയ്ബയിലൂടെ. നോളജ് സിറ്റി വിദ്യാഭ്യാസ ഭൂപടത്തിൽ മർക്കസ് അതുല്യ പ്രതിഭയാകുന്നു നോളജ് സിറ്റിയിലൂടെ. ആധുനിക വിദ്യ ആത്മീയതയോട് ഇഴചേരുമ്പോഴുണ്ടാകുന്ന വിപ്ലവാത്മകമായ മാറ്റങ്ങൾക്ക് കാതോർക്കുകയാണ് നോളജ് സിറ്റിയിലൂടെ. യുനാനി മെഡിക്കൽ കോളേജ്, പാരാമെഡിക്കൽസ്, മെഡിക്കൽ സയൻസ്, എഞ്ചിനീയറിംഗ് വില്ലകൾ, ശരിയത്ത് സിറ്റി, മീഡിയ, അപ്പാർട്ട്മെന്റ്, ഹെറിറ്റേജ് സിറ്റി തുടങ്ങി എല്ലാം
ഒരു കുടക്കീഴിൽ ഒരുമിക്കുകയാണിവിടെ. അറിവിന്റെ ഉറവ പറ്റാത്ത കേന്ദ്രമായി നോളജ് സിറ്റി മാറുമ്പോൾ മർക്കസ് ഇന്ത്യാ ചരിത്രത്തിൽ അനന്യപ്രതിഭയാവുകയാണ്. ജ്ഞാനതീരത്ത് അറിവിന്റെ അരുവിയുമായി മർക്കസ് നോളജ് സിറ്റി നാളെയുടെ പുതുപ്രതീക്ഷയാണ്. കാലത്തെയും സമയത്തെയും കരുണയോടും ധർമ്മത്തോടുമൊപ്പം നടത്താനുള്ള മർക്കസിന്റെ ശ്രമങ്ങൾക്ക് പിന്തുണയേകാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടുക. മർക്കസു സക്കാഫത്തി സുന്നിയ, കാരന്തൂർ, കോഴിക്കോട്. പിൻ 673571. ഫോൺ 00914952800421. ഫാക്സ് 00914952801831. ഇമെയിൽ jamiamarkaz@gmail.com. വെബ്സൈറ്റ് www.markazonline.com.